ഒരു നിമിഷം ഇരിക്കുന്നു. രാത്രിയാണ്. അല്പനേരം മാത്രം അച്ഛൻ വചനം തരുന്നുള്ളൂ. അതിനുശേഷം കുർബാനിലേക്ക് പോയി പ്രവേശിക്കണം. 3 കാര്യങ്ങളാണ് അച്ഛന് ഈ ഒരു പുതുവർഷത്തിൽ ദൈവമക്കളെ നിങ്ങൾക്ക് നൽകുവാനുള്ളത്. ഒന്ന്, നിരന്തരമായ പ്രാർത്ഥനാ ജീവിതം നമ്മൾ നടത്തണം. നിരന്തരമായ പ്രാർത്ഥനാ ജീവിതം. എഫെസോസ് 6:18-19-20 നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടി എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥന നിരതരായിരിക്കും. പരിശുദ്ധ ആത്മാവിൽ എനിക്ക് കിട്ടുന്ന വലിയൊരു ബോധ്യം, ഇനിയുള്ള കുറേ വർഷങ്ങളോളം, ചിലപ്പോൾ 1-2-3 വർഷങ്ങളോളം ലോകത്തിൽ ഒരുപാട് ദുരന്തങ്ങളും പ്രശ്നങ്ങളും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. പൈശാചിക പീഡകൾ ലോകത്തിൽ അങ്ങേയറ്റം വളരും. മനുഷ്യന് നിൽക്കക്കളിയില്ലാത്ത ചില സാഹചര്യങ്ങളും സംഭവങ്ങളും ഉണ്ടാകും. ജീവിക്കണമോ മരിക്കണമോ എന്നിങ്ങനെ ചിന്തിക്കുന്ന പ്രതികൂല ചിന്തകൾ ഒരുപാട് മനുഷ്യഹൃദയങ്ങൾ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. ഈ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ, നിരന്തരമായ പ്രാർത്ഥന. ഗെത്സമൻ തോട്ടത്തിൽ ഈശോ ശിഷ്യന്മാരോട് പറയുന്നൊരു വചനമുണ്ട്, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. നല്ല പ്രാർത്ഥനാ ജീവിതമുള്ളവർക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ഇനിയുള്ള കാലങ്ങളിൽ. ലുക 21:34-35 വചനം പറഞ്ഞാല്, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് നിബന്ധിക്കുകയും ചെയ്യും. ഈ ഭൂമുഖത്തുള്ള എല്ലാവരുടെ മേലും വന്ന് നിബന്ധിക്കും. സംഭവിക്കാൻ പോകുന്നവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ച് ജാഗരൂകരായിരിക്കും. അപ്പോൾ ഈ വചനം ഹൃദയത്തിൽ മറക്കരുത്, നിരന്തരമായ പ്രാർത്ഥന. രണ്ടാമത് അച്ഛനും നൽകാനുള്ള വലിയൊരു വചനം, പ്രലോഭനങ്ങളിൽ നിന്ന് ഓടി മാറുക. ലോകത്തിൽ ഒരുപാട് തെറ്റായ പ്രബോധനങ്ങൾ വരും. വ്യാജ പ്രവാചകന്മാരുടെ എണ്ണം ഒറിജിനൽ പ്രവാചകന്മാരെക്കാൾ 100 മടങ്ങ് വർദ്ധിക്കും. എല്ലായിടത്തും തന്നെ തെറ്റായ ബോധ്യങ്ങൾ, പ്രത്യേകിച്ച് നിരീശ്വരവാദം പോലത്തെ ബോധ്യങ്ങള്, പഠനങ്ങള്, ദൈവവിശ്വാസത്തിന് ഘടകവിരുദ്ധമായ കാഴ്ചപ്പാടുകള്, ഭിന്നതകളൊക്കെ വിതയ്ക്കുന്ന വലിയൊരു ഒരു സംഭവം പ്രപഞ്ചം മുഴുവൻ നടക്കും. അപ്പോൾ ആ സമയത്ത് നമ്മളിൽ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട മക്കൾ പോലും ഇത്തരം കെണികളിൽ പോയി വീഴാൻ ഏറെ സാധ്യതയുണ്ട്. ഈ സമയത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ ചില വചനങ്ങൾ ഹൃദയത്തിൽ നമ്മൾ ആഴത്തിൽ സൂക്ഷിക്കണം. ദൈവവചനം ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ നമുക്ക് തോൽപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. പ്രലോഭനങ്ങൾ നിറഞ്ഞ ഈ സമയത്ത് പിടിച്ചു നിൽക്കാൻ ദൈവവചനം ഹൃദയത്തിലുണ്ടായിരിക്കണം. ഹൃദയത്തിൽ നിൽക്കണം. യോഹന്നാൻ 6:63 വചനം, നിരന്തരമായിട്ട് അത് ഉരുവിടുക, വചനഹൃദയം നിറയ്ക്കുക. ആത്മാവാണ് ജീവൻ നൽകുന്ന, ശരീരം ഒന്നിനും ഉപകരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. ദൈവവചനം ഹൃദയത്തിൽ നിറച്ച് സൂക്ഷിക്കുക. വചനത്തിന് അണുവിട വ്യതിലിക്കാതെ മുന്നോട്ട് പോകും. 1 കൊരിന്തോസ് 2:2 വചനം പറയുന്ന പോലെ, ഞങ്ങളോട് കൂടെയായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. മൂന്നാമത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഹൃദയം സൂക്ഷിക്കേണ്ടതാണ്, പരിശുദ്ധാത്മ അഭിഷേകത്തിനായിട്ട് ദാഹിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ലോകാരൂപിയെ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റുള്ളൂ. നമ്മുടെ വിശ്വാസത്തെ തകിടം മറിക്കുന്ന, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ തകിടം മറിക്കുന്ന സഹനങ്ങളും പീഡകളും വേദനകളും ഉണ്ടാകുമ്പോൾ നമ്മെ അവിടെ കൈപിടിച്ച് നടത്താൻ പറ്റുന്നത് പരിശുദ്ധാത്മാവിന് മാത്രമാണ്. അരൂപിയോട് നിരന്തരമായ പ്രാർത്ഥന. ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ടത്, പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ജീവിതം ഉണ്ടാകണം. കുർബാന മുടങ്ങരുത്. അതും പ്രഭാത കുർബാനയ്ക്ക് 1-ാം സ്ഥാനം കൊടുക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കുന്ന കാര്യത്തിന്, ഏറ്റവും കൂടുതൽ വിലയുള്ളതിന് നമ്മൾ ആദ്യം ചെയ്യും. ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടത് നമ്മൾ ആദ്യം ചെയ്യും. അതിനുശേഷമേ നമ്മൾ ബാക്കിയുള്ളത് ചെയ്യുള്ളൂ. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പ്രഭാതത്തിലുള്ള വിശുദ്ധ കുർബാന അർപ്പണം. അത് നമ്മൾ 100% ചെയ്യാൻ തയ്യാറാകുക. അല്ല, പ്രത്യേക ചില സാഹചര്യങ്ങൾ അതുപോലെ വന്നെങ്കിൽ മാത്രമേ രാവിലത്തെ കുർബാന മറ്റൊരു സമയത്തേക്ക് നമ്മൾ മാറ്റിവെക്കാൻ പാടുള്ളൂ. പ്രഭാത ബലിയർപ്പണത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതോടൊപ്പം നിൽക്കുന്നതാണ് പരിശുദ്ധ അമ്മയുടെ ജപമാല പ്രാർത്ഥന. ജപമാലയ്ക്ക് വളരെ ശക്തിയുണ്ട്. പക്ഷെ ഡോൺ ബോസ്കോയുടെ കണ്ട സ്വപ്നം അതൊക്കെ ഈ ഒരു കാലഘട്ടവുമായിട്ട് ഏറെ ബന്ധമുള്ളൊരു സ്വപ്നമാണ്. സഭയാകുന്ന തോണി കാണുക, അദ്ദേഹം വിശുദ്ധൻ കാണുന്നതാണ്.
നടുക്കടലിലൂടെ ഒഴുകിപ്പോകുന്ന സമയത്ത് ഒഴുകി പോകുമ്പോൾ അതിന് ഉള്ളിൽ നിറച്ച് ദൈവജനം, മാർപ്പാപ്പയുണ്ട്, ധാന്മാരുണ്ട്, വൈദികരുണ്ട്, അങ്ങനെ എല്ലാവരും നിറഞ്ഞ ആ ഒരു വലിയൊരു കപ്പൽ ഇങ്ങനെ കടലിലൂടെ പോകുന്ന സമയത്ത് പെട്ടെന്നൊരു കൊടുങ്കാറ്റുണ്ടാകുന്നു. അന്തരീക്ഷം മുഴുവൻ മാറുന്നു, കൊള്ളക്കമുണ്ടാകുന്നു. ആ സമയം തന്നെ ശത്രുക്കളായ ഒരുപാട് ചെറിയ ചെറിയ ബോട്ടുകള്, വള്ളങ്ങളൊക്കെ വന്നിട്ട്, കപ്പലുകൾ വന്നിട്ട് ഈ സഭയാകുന്ന കപ്പലിട്ട് കയറി ആക്രമിക്കുന്നു. അതിന്റെ ചില ഭാഗമൊക്കെ തകരാൻ തുടങ്ങി. അപ്പോൾ മാർപ്പാപ്പ എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ അറിഞ്ഞുകൂടെ, ഇത് മുങ്ങിപ്പോകുമോ എന്നുള്ള ഒരു പേടിയിൽ ഇങ്ങനെ നിൽക്കുന്നു. എല്ലാവരും ഭയം നിൽക്കുക. അത് പലതരത്തിലുള്ള സംഭവങ്ങൾ ആഞ്ഞടിച്ച് ഇതിനെ തകർക്കാൻ പോവാം. അങ്ങനെ മാർപ്പാപ്പ ആ സമയത്ത് ദൈവത്തോട് മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ കപ്പലിന്റെ തൊട്ട് മുമ്പിൽ 2 തൂണുകൾ ഉയർന്നു വന്നു. ആ തൂണുകളിൽ സ്വപ്നമായിട്ട് കാണുന്നതാണ്, ദൈവിക ദർശനം കാണുക. ആ തൂണുകൾ, ഒന്നാമത്തെ തൂണിൽ കാണുന്നത് ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ചിരിക്കുന്നതായിട്ട്, രണ്ടാമത്തെ തൂണിൽ കാണുന്ന പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം. മാർപ്പാപ്പ കപ്പിത്താനോട് പറയുന്നുണ്ട്, അതിന്റെ അടുത്തേക്ക് നീക്കി കപ്പല് നങ്കൂരം അടിക്കുക. അപ്പൊ അങ്ങനെ നങ്കൂരം അടിച്ചു കഴിഞ്ഞപ്പോൾ, അതിന്റെ അടുത്ത് നിർത്തി കഴിഞ്ഞപ്പോൾ, അടുത്ത നിമിഷം കാണുന്നത് സഭയെ തകർക്കാമെന്ന ശക്തികള് അവ പരസ്പരം ഏറ്റുമുട്ടി അത് കടലിൽ മുങ്ങിപ്പോകുന്നു. ചിലത് അപ്രത്യക്ഷമാകുന്നു, അന്തരീക്ഷം മാറുന്നു, എല്ലാം ശാന്തമാകുന്നു. പിന്നെ മുന്നോട്ട് യാത്ര നീങ്ങുന്നു. ഇത് സഭയ്ക്കും വ്യക്തികൾക്കും കുടുംബത്തിനെല്ലാം ബാധകമാണ്. നമ്മുടെയും ജീവിതം ഇന്ന് പലതരത്തിലുള്ള കൊടുങ്കാറ്റടിക്കുന്നുണ്ടെങ്കിൽ, അതിനിടയിൽ അത് ആ ദുഷ്ടാരൂപിയുടെ പലതരത്തിലുള്ള പീഡനങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, നമ്മൾ എല്ലാം തീർന്നു നിൽക്കണം, ഒരു വഴിയില്ലെന്ന് നമ്മൾ കരുതുകയാണെങ്കിൽ അതിന്റെ മുമ്പിൽ 2 കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി. ഒന്ന്, വിശുദ്ധിയോടെ വിശുദ്ധ കുർബാന അർപ്പിക്കുക, ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കുപറ്റുക. രണ്ടാമത്, കൈകളിൽ ജപമാല എടുത്ത് പിടിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഉരുവിട്ടുകൊണ്ടിരിക്കുക. ഈ തലമുറയ്ക്ക് ഒരു അപകടം വന്നിട്ടുണ്ട്. മനുഷ്യരെല്ലാം ഇന്ന് ബുദ്ധിയിലാണ് ആശ്രയിക്കുന്നത്. ബുദ്ധി കൊണ്ട് പ്രശ്നങ്ങളെയും ആളുകളെയും സാഹചര്യങ്ങളെയും തോൽപ്പിക്കാനുള്ള പരക്കം പാച്ചിലാണ് എല്ലാവരും. പക്ഷേ എന്തേറെ പരക്കം പായ, അതായത് തോറ്റു പോവുകയാണ്. ചില IELTS ഇരുന്ന് ചില കുഞ്ഞുങ്ങളുടെ കാര്യം പറയുന്ന പോലെ 5 പ്രാവശ്യം നോക്കുമ്പോൾ വീണ്ടും 6ാമത് എഴുതാൻ പോകും. 6ാമത് 7 എഴുതി. ഞാൻ ഒരു വർഷം ഒരു കുട്ടി എന്റെ അടുത്തുനിന്ന് 14-15 പ്രാവശ്യം എഴുതി അച്ഛൻ തോറ്റു. എന്ന് വെച്ചാൽ അവിടെയും ബുദ്ധിയിലാണ്. ഇനി പഠിച്ച് രാത്രി അതെല്ലാം ക്ലിയർ ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്ത് ഇപ്പൊ ശരിയാവും. അപ്പൊ ഈ വഴി പോയി ശരിയാവും. ഇതെല്ലാം ബുദ്ധിയിലാണ്. മുഴുവൻ ഇന്റലക്ച്വൽ ഡാർക്ക്നെസ് കയറിയ വ്യക്തിക്ക് പ്രാർത്ഥന ഒരിക്കലും ഒരു മാർഗമല്ല. അവന്റെ ചിന്തയും അവന്റെ ബുദ്ധിയും അവന്റെ തീരുമാനവും അവന്റെ ആലോചനയുമാണ്. ചില പറയും പ്രാർത്ഥിച്ച് സമയം കളയരുത്, ആ സമയം കൂടി വർക്ക് ചെയ്യുക. പ്രാർത്ഥിച്ച് സമയം കളയരുത്, നേരെ മറിച്ച് നമ്മുടെ ബുദ്ധിയാണ് ഉപയോഗിക്കേണ്ടത്. അല്ലെ, പ്രാർത്ഥിച്ച സമയം ബുദ്ധി ഉപയോഗിക്കണം. ഇങ്ങനെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ബുദ്ധിയും ചിന്തയും നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്ന ചെയ്യാവുള്ളൂ. അതാണ് ഇന്റലക്ച്വൽ ഡാർക്ക്നെസ്, അതാണ് ബുദ്ധിയിലുള്ള അന്ധകാരം. ഇവിടെയാണ് വിശ്വാസത്തിന്റെ ചില രഹസ്യങ്ങൾ സഭ നമുക്ക് നീട്ടിത്തരുന്നത്. അതിലൊന്നാമതാണ് പരിശുദ്ധ കുർബാന എന്ന വലിയ രഹസ്യം, 2 പരിശുദ്ധ അമ്മ എന്ന വലിയ രഹസ്യം. അത് മുറുകെ പിടിക്കുക. നിന്നെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന എല്ലാ കെട്ടുകളടിയും നീ മുന്നോട്ട് പോകും. പ്രത്യേകിച്ച് ഈ 2021 വർഷം ഒരുപാട് രോഗപീഠകളുടെ ഒക്കെ നടുവിലൂടെ നമ്മൾ നടന്നു പോകുന്ന ഈ സമയത്ത് ദൈവത്തിന്റെ വലിയൊരു സംരക്ഷണം കിട്ടാൻ ഈ വചനങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് കുർബാന തുടരാം.